പുലിവാൽ കല്യാണം പോലെ, കല്യാണരാമൻ പോലെ സിനിമകൾ ഇനി ഉണ്ടാവും തോന്നുന്നില്ല സലീം കുമാർ. സത്യസന്ധമായിട്ട് കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും ഇനി അങ്ങനത്തെ ഒരു സിനിമകളേ ഉണ്ടാവില്ല. അതിൻ്റെ ആ ട്രെൻഡും അതൊക്കെ പോയി. പിന്നെ ആ സിനിമേനെ പകരം വെക്കാനൊരു സിനിമയും വരില്ല. അത് വേറൊരു കാര്യം. കാരണം അത്രയും കട്ട ആർട്ടിസ്റ്റാണ്. ഈ ദിലീപേട്ടൻ്റെ പടങ്ങളിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഫേസ്ബുക്കിലെങ്ങാണ്ടൊരു ചോദ്യം, ദിലീപിൻ്റെ സിനിമകൾ ഇനി കാണുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഒരു എല്ലാവരും അഭിപ്രായം ചോദിച്ചു. അപ്പം എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇനിയുള്ള സിനിമകൾ എനിക്ക് കാണാൻ പറ്റില്ല. കാരണം ആ പഴയ ദിലീപേട്ടൻ അത് പോയി. ഇനി അത് തിരിച്ചു വരാൻ സാധ്യതയില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ട്രെൻഡ് അങ്ങനെയായിപ്പോയി. സലീമേട്ടൻ്റെ ഈ പറഞ്ഞതിൻ്റെ മറുപടിയും കൂടിയാണ് പറയുന്നത്. ദിലീപേട്ടൻ്റെ ഒക്കെ ആണെങ്കിൽ ആ കാലഘട്ടങ്ങളിൽ നമ്മളൊരു ലോജിക്കൊന്നും നോക്കില്ല. ദിലീപേട്ടൻ, സലീമേട്ടൻ, ജഗതിച്ചേട്ടൻ, ഹരിശേഷൻ ചേട്ടൻ, ഇന്ദ്രൻസേട്ടൻ, പിന്നെ അങ്ങനെ കുറച്ച് കൊച്ചിൻ നിഫ്ക, അങ്ങനെ കുറച്ച് പേര് ഉണ്ടായിരുന്നാൽ മതി. പുള്ളിയുടെ കൂടെ സപ്പോർട്ട് ഉണ്ടായി. പിന്നെ നമുക്ക് കഥയോ എന്ത് രീതി പടം എത്ര പൊളിയാണെങ്കിലും അവരുടെയൊക്കെ എന്തെങ്കിലും ഒരു പ്രസൻസ് അവർ കാണിച്ചിരിക്കും. തന്നെയാണ് പ്രത്യേകത. ഇനിയിപ്പോൾ അതുപോലൊരു സിനിമ ഇനി ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. പിന്നെ അവരുടെ ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ സലീമേട്ടനാണ് ഇപ്പോൾ ഭയങ്കര അസുഖബാധിതനൊക്കെ ആയിട്ടിരിക്കുന്നത് നമുക്ക് കാണാം. ഹർഷാശോകൻ ചേട്ടനും അങ്ങനെ കാര്യമായിട്ടുള്ള കോമഡി റോളുകൾ ഇപ്പോൾ ഇല്ല, കൊടുക്കുന്നില്ല. ഇന്ദ്രൻസ് ചേട്ടൻ ഇപ്പോൾ സീരിയസ് റോളുകളൊക്കെ ചെയ്തോണ്ട്. പിന്നെ ജഗതി ചേട്ടൻ അറിയാലോ, വീൽ ചെയർ. അപ്പം അങ്ങനെ പഴയ ആൾക്കാരൊക്കെ ആ കോമഡികളൊക്കെ ഇപ്പോൾ പോയി. പഴയ ആൾക്കാരുടെ അത്ര കോമഡി ലെജൻസ് ഇപ്പോൾ വരുന്നില്ല, ഇടയിലെത്തുന്നില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും അതൊക്കെ നല്ലൊരു കാലഘട്ടങ്ങളിൽ നമുക്ക് സമ്മാനിച്ചതിൽ ഇവരോടുള്ള നന്ദി ആ ആർട്ടിസ്റ്റുകളോട്, പ്രത്യേകിച്ച് ഡയറക്ടറോടൊക്കെ വളരെ വളരെ കടപ്പെട്ടിരിക്കുന്നു. കുട്ടിക്കാലം മനോരമയ്ക്ക്.